നമസ്തേ. സംഘർഷഭൂമിയിൽ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദയം ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. 140 കോടി ഭാരതീയരുടെയും ഗ്ലോബൽ സൗത്തിൻ്റെയും സമാധാന ദൂതുമായിട്ടാണ് ക്യൂവിൽ എത്തിയിരിക്കുന്നത്. ബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാട്ടിൽ നിന്നാണ് ഈ വരവ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത്. മോദിയുടെ യുക്രൈൻ സന്ദർശനം സംഘർഷത്തിന് അയവ് വരുത്തുമോ? ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുൻ മേധാവി ഡോക്ടർ പ്രഭാകരൻ പലേരി, റിട്ടയേർഡ് കേണൽ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, BJP വക്താവ് KVS ഹരിദാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ പ്രഭാകരൻ പലേരി, വാർസോയിൽ നിന്ന് ട്രെയിനിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് ക്യൂവിലെത്തിയ പ്രധാനമന്ത്രി മോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആലിംഗനം ചെയ്യുന്നു, ഹസ്തദാനം ചെയ്യുന്നു. യുദ്ധമല്ല, സമാധാനമാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് ആവർത്തിച്ചു പറയുന്നു. സഹവർത്തിത്വ ജനാധിപത്യത്തിൻ്റെ ഭാഗമായാണ് ഭാരതം ലോകത്തെ കാണുന്നതെന്ന് അടിവരയിട്ട് പറയുന്നു. മോദിയുടെ യുക്രൈൻ സന്ദർശനം ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാവും? വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്. ഈ ഇടപെടലുകൾ, പ്രശ്നം എത്ര തന്നെ സങ്കീർണമായാലും ഇന്ത്യക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഭാരതത്തിന് മാത്രമേ ആ ശാന്തി സന്ദേശം മുന്നോട്ട് വെക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു പ്രത്യേക വിഷയമാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ KM പണിക്കർ മുതൽ നെഹ്റു, VK കൃഷ്ണമേനോൻ അവരുടെ തുടങ്ങി വെച്ചിട്ടുള്ള ഈ വിദേശകാര്യ നയങ്ങൾ എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഭാരതം എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നത് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ബാക്കിയുള്ള മനുഷ്യരോടുള്ള പെരുമാറ്റ രീതിയിലെ ആ മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇതുവരെ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ടും ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഡിപ്ലോമസി, അതായത് നയതന്ത്രത്തിൽ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് ഡിസെപ്ഷൻ, എന്ന് വെച്ചാൽ ചതിയും വഞ്ചനയും. ഇത് വാസ്തവത്തിൽ ഇതുവരെ കാണിക്കാത്ത ഒരു രാഷ്ട്രം ഇന്ത്യ മാത്രമാണെന്നാണ് ഞാൻ പറയുക. അത് ബാക്കിയുള്ള രാജ്യങ്ങളും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അത് എന്നോട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയെ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാരതത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ചും പ്രധാനമന്ത്രി മോദി, ലോകം മുഴുവൻ അയച്ചിട്ടുള്ള സന്ദേശമാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ത്യ, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ളത്. ഇന്നലെയാണ് രാജ്നാഥ് സിംഗ് അമേരിക്കയിലെ ഇന്ത്യക്കാരുമായിട്ട് നടന്നിട്ടുള്ള സംവാദത്തിൽ, കഴിഞ്ഞ 4 ദിവസമായി അദ്ദേഹം അമേരിക്കയിലെ യാത്രയിലാണ്, പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ ഒരിക്കലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യില്ല എന്നുള്ള കാര്യം. ആ ഒരൊറ്റ കാരണം തന്നെയാണ് സെലൻസ്കിയുടെ മുഖഭാവത്തിലും നമ്മൾ കാണാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷ, രണ്ടുപേരുടെയും ശരീരഭാഷ, അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ്, ഇതിൽ യാതൊരു ചതിയും വഞ്ചനയും ഇല്ല, ഒരു സ്വാർത്ഥതയില്ല എന്നുള്ള കാര്യം. വാസ്തവത്തിൽ ഉക്രൈനുമായിട്ട് നമുക്ക് ഒരുപാട് സ്വാർത്ഥതയുണ്ട്. കാരണം ഒരുപാട് സംഗതികളിൽ നമ്മൾ അവരെ ആശ്രയിക്കുന്നവരാണ്, പ്രത്യേകിച്ചും നാവികസേനയ്ക്ക് വേണ്ടി. ഇതേ തരത്തിലുള്ള ശരീരഭാഷയാണ് ഞാൻ പ്രധാനമന്ത്രി മോദി പുടിനെ ആലിംഗനം ചെയ്തപ്പോഴും കണ്ടിട്ടുള്ളത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ കൂടെ വരുന്ന ആത്മവിശ്വാസം കൊടുക്കുവാനുള്ള തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് വളരെ വിശ്വാസവുമുണ്ട്, അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുമുണ്ട്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കണ്ടിന്യൂം പ്രോസസ്സിൽ കൂടെ വരുന്ന ഒരു തരം സംസ്കാരമാണ്, അത് നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഘർഷത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള വ്യക്തികൾക്ക് ഇന്ത്യയെ വിശ്വസിക്കാൻ സാധിക്കും.
ഈ വിശ്വാസത്തിൽ നിന്ന് ഇനി ഉടലെടുക്കേണ്ടതാണ് ഇത്രയും തീക്ഷ്ണമായി നടക്കുന്ന ഈ പ്രശ്നം. ഉദാഹരണമായി പറയട്ടെ, 2014 മുതൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. ഇത് യുദ്ധമായിട്ട് തുടങ്ങിയത് ഇപ്പോൾ 2021 മുതൽ എൻ്റെ അഭിപ്രായത്തിൽ സംഘർഷമായി മാറിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള വേറെ സംഗതികളും അതിൽ ഇടപെട്ടിട്ടുണ്ട്. 2 രാഷ്ട്രങ്ങളാണ്, 2 ഭാഗത്തെങ്കിലും കൂടെ അതൊരു യുദ്ധമായിട്ട് ഞാൻ കാണുന്നില്ല, അതിന് സംഘർഷമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നഷ്ടം ഉക്രൈന് വന്നിട്ടുണ്ട്, റഷ്യക്കും വന്നിട്ടുണ്ട്. 27% ഉക്രൈന്റെ ഭാഗം റഷ്യയുടെ അധീനത്തിലാണ്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ മരിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ 2 രാജ്യങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ട്രാഫിക് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ വളരെ ഈ സംസ്കാരത്തിന് അനുയോജ്യമല്ലാത്ത ഇപ്പോഴത്തെ കാലത്ത് 21ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നിർത്തുവാൻ, വല്ലതും ചെയ്യുവാൻ ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ പോളണ്ട് വഴിയുള്ള ഉക്രൈൻ സന്ദർശനം, അതേസമയം തന്നെ പ്രതിരോധ മന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം, ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ, വിദേശകാര്യ തന്ത്രത്തിന്റെയും പ്രതിരോധ തന്ത്രത്തിന്റെയും ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ഒന്നിച്ചു ചെയ്തിട്ടുള്ളതാണ്. അതിനെ നമുക്ക് വിശ്വസിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്കും അതിനെ വിശ്വസിക്കാം. ഉദാഹരണമായിട്ടൊരു ഇതേ സമയം തന്നെ ഒരു പ്രതിരോധ ട്രീറ്റി നമ്മളുടെ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പലതും ഒരേ സമയത്ത് നടക്കുകയാണ്. ഇതൊക്കെ ഒരേ ഒരു സംഗതിയുടെ ഭാഗമാണ്. അത് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ലോകത്തിലുള്ള ഓരോരുത്തരും ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശവുമായിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. അത് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീഡിനി, മോദി ജൂലൈയിൽ റഷ്യ സന്ദർശിക്കുന്നു, വ്ളാഡിമിർ പുടിനെ കെട്ടിപ്പിടിക്കുന്നു. അന്ന് ആ ആലിംഗനത്തെ സെലൻസ്കി വിമർശിച്ചിരുന്നു. പക്ഷേ ഇന്ന് ആ ആലിംഗനം എന്തിനായിരുന്നെന്ന് സെലൻസ്കി തിരിച്ചറിഞ്ഞ് കാണുമോ? സെലൻസ്കിക്ക് ബോധ്യപ്പെട്ട് കാണുമോ? തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ ഇന്ന് കാണുകയാണെങ്കിൽ ഇതിനെ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടം എനിക്കൊന്ന് പ്രഭാരം പലരിസിലൊക്കെ നമുക്കാട്ടി വളരെ സീനിയർ ആയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഇന്ന് ഭാരതത്തിന്റെ ഈ ഒരു ഇമേജ്, അത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ വളരെ അഭിമാനമായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ്. കാരണം നമ്മൾ നോക്കൂ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഇപ്പൊ ഇന്ന് ഭാരതത്തിനെ സംബന്ധിച്ചോളം ഈ ഒരു വിസിറ്റ് പ്രൈം മിനിസ്റ്റർ മോദി ജി പറഞ്ഞ പോലെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഒരു ന്യൂട്രൽ പാർട്ടീസ് അല്ലായിരുന്നു. ഈ യുദ്ധത്തിൽ നമ്മൾ ഒരിക്കലും ന്യൂട്രൽ അല്ലായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു പക്ഷം ഉണ്ടായിരുന്നു, അത് സമാധാനത്തിന്റെ പക്ഷമായിരുന്നു, ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതാണ് നമ്മുടെ നയം. അതുകൊണ്ടാണ് യുക്രൈനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജിക് ഓട്ടോണമി, അതായത് നമ്മൾ ആരുടെയും അലൈ ആയിട്ടല്ല, നമ്മൾ ആരുടെയും പറയുന്നത് പോലത്തെ അല്ല, നമുക്ക് നമ്മുടെ സ്വന്തം രാഷ്ട്ര താല്പര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു അധികാരവും ആ ഒരു തോട്ട് പ്രോസസ് നമ്മൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്നുള്ള ഒരു റീഇറ്ററേഷൻ കൂടിയാണ് ഈ ഒരു വിസിറ്റ്. ഇനി നമ്മൾ റഷ്യയുടെ ഭാഗത്ത് നോക്കുക. റഷ്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ മോദിജി അവിടെ പോകുന്നു, യുക്രൈനിലോട്ട് ചെല്ലുന്നു. യുക്രൈനിലോട്ട് ചെല്ലുമ്പോൾ അവിടെയും അവരുടെ ഒരു ഉറച്ച വിശ്വാസം, നേരത്തെ പ്രഭാകരൻ പല്ലേരി പറഞ്ഞ പോലെ അവർക്ക് ഒരു ഉറച്ച വിശ്വാസമുണ്ട്, റഷ്യൻ താല്പര്യങ്ങളെ ഒരു കാരണവശാലും പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് കൊണ്ട് അവർക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള നല്ല ഉറച്ച വിശ്വാസം അവർക്കും ഉണ്ട്. ഇനി യു എസിന്റെ ഭാഗത്ത് നോക്കുക. യു എസിന്റെ ഭാഗത്ത് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് വന്നു. അതായത് അവർക്കും അറിയാം ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ യു എസ് ഇൻട്രസ്റ്റ് ഇതിനെ എന്തെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുത്തുന്നു അല്ലെങ്കിൽ യുക്രൈന്റെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള യാതൊരു വിധം അവരും ഹാപ്പിയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി യുക്രൈനിൽ ചെല്ലുന്നു, അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അങ്ങയുടെ ചോദ്യത്തിന്റെ ഉത്തരവും അതിനകത്തുണ്ട്. യുക്രൈനിന്റെ തന്നെ അവർ ഈ ഒരു വിസിറ്റിനെ വലിയ ഒരു വിജയമായിട്ടാണ് അവർ കാണുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം ഭാരതത്തിനെ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യം ഈ ഒരു യുദ്ധ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ചൈനയ്ക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചൈനയും റഷ്യയും തമ്മിൽ വളരെ ക്ലോസ് ആണ്. ചൈനയ്ക്ക് ഇത്രമാത്രം സ്വാധീനം ഉണ്ടെങ്കിലും ചൈനയ്ക്ക് ഇതേപോലത്തെ ഒരു റിലേഷൻഷിപ്പുമായിട്ട് സെലൻസ്കിയെ കാണാൻ വേണ്ടി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഷീ ജിൻപിങ്. യു എസിന്റെ കാര്യം നമുക്ക് മറ്റ് യു എസിനാണെങ്കിൽ അതേപോലെ റഷ്യക്ക് പോകാൻ പറ്റത്തില്ല, റഷ്യയിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഈ 2 രാജ്യങ്ങളിലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാത്രമേ പോകാവൂ. അതുകൊണ്ടാണ് റഷ്യയിൽ അദ്ദേഹം ചെന്ന ദിവസം അവിടെ റഷ്യയുടെ അറ്റാക്കിന്റെ സമയത്ത് അവിടെ ധാരാളം കുട്ടികൾ മരിക്കുക ഉണ്ടായി.
ആ കുട്ടികളുടെ ഓർമ്മയ്ക്കായിട്ട് അത് വളരെ ഒരു തന്ത്രപരമായിട്ടുള്ള മൂവിൽ തന്നെയാണ് ഇന്ന് നമ്മൾ സെലൻസ്കി പ്രൈം മിനിസ്റ്റർ മോദിജി ആദ്യം അവിടെ കൊണ്ടുപോയി ആ ഒരു മെമ്മോറിയലിൽ കാണും. നമുക്ക് എത്ര മനോഹരമായിട്ട്, അല്ലെങ്കിൽ അതാണ് ആ ഒരു ഹ്യൂമൻ ആംഗിൾ ഉള്ളത്. ഒരു മനുഷ്യ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ അത്രമാത്രം ഉറച്ചു വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ അവർ മനഃപൂർവ്വം ചെയ്തിട്ട് പോലും, അതായത് അവർ ഓർമ്മപ്പെടുത്തില്ലായിരുന്നു, യുക്രൈന്റെ പ്രത്യേകിച്ച് സെലൻസ്കിയുടെ ഓർമ്മപ്പെടുത്തിലായിരുന്നു, നിങ്ങൾ അവിടെ പോയ സമയത്ത് ഇത്രയും കുട്ടികൾ മരിച്ചു എന്നുള്ള ഒരു ഇത്. അവിടെ ചെന്നും പ്രൈം മിനിസ്റ്റർ മോദിജി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അതായത് യുദ്ധത്തിന്റെ ആദ്യത്തെ കാഷ്വാലിറ്റി സത്യമാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്, പക്ഷെ ഞാൻ കരുതുന്നു യുദ്ധത്തിന്റെ ആദ്യത്തെ കാഷ്വാലിറ്റി കുട്ടികളാണ് എന്നുള്ളത്. അത് വളരെ അടിപരമായിട്ട് അദ്ദേഹം വീണ്ടും അവർക്ക് സപ്പോർട്ട് കൊടുത്തു. സെലൻസ്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി. അതായത് ഞാൻ അവിടെ പോയത് അത് എന്റെ രാഷ്ട്ര താല്പര്യം, ഞാൻ ഇവിടെ നിൽക്കുന്നതും അത് എന്റെ രാഷ്ട്ര താല്പര്യം. അത് ഇതുപോലെ എനിക്ക് തോന്നുന്നു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇന്ന് ലോകത്തിൽ വേറെ ഒരു രാജ്യത്തിനും പറ്റില്ല, വേറെ ഒരു രാജ്യത്തിന്റെ തലവനും പറ്റത്തില്ല എന്നുള്ള ഒരു അടിവരയിട്ടുള്ള ഒരു വിസിറ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശ്രീ കെ വി എസ് ഹരിദാസ്, യുക്രൈൻ രൂപീകൃതമായ ശേഷം ആദ്യമായാണ് ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി ആ മണ്ണിൽ കാലൂന്നുന്നത്. വിശ്വഗുരു എന്ന വിശേഷണം ഇതിനകം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർജിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഔന്നത്യം കുറെ കൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സന്ദർശനം കൂടിയല്ലേ ഇത്? ഇതൊരു ഹിസ്റ്റോറിക് വിസിറ്റ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ഹിസ്റ്റോറിക് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം ചരിത്രപരമാണ് ഈ സന്ദർശനം. നമ്മുടെയൊക്കെ ഒരു 10, 15, 20 വർഷത്തെ ലോക ചരിത്രം പരിശോധിച്ചാൽ യുദ്ധങ്ങളുണ്ടാകുമ്പോൾ, സംഘർഷങ്ങളുണ്ടാകുമ്പോൾ സാധാരണ നിലയിൽ സമാധാനത്തിന് വേണ്ടി ചർച്ചകൾക്കായിട്ട് വരാറുള്ളത് അമേരിക്കയുടെ ദല്ലാളന്മാരാണ്. ഹെൻറി കിസിംഗറിൻ്റെയൊക്കെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുമായിട്ട് ആലോചിക്കുമ്പോഴാണ്. ഇന്നിപ്പോൾ അമേരിക്കയ്ക്കൊന്നും അതിന് കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു, റഷ്യക്ക് കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു, ബ്രിട്ടന് കഴിയുന്നില്ല, മറ്റ് സോക്കോൾഡ് ലോകരാജ്യങ്ങൾക്കൊന്നും സാധ്യമല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. അവിടെയാണ് നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും പ്രസക്തി. നരേന്ദ്രമോദി ഒരു ഗ്ലോബൽ ലീഡറാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇതിപ്പോൾ അദ്ദേഹത്തെ ഗ്ലോബൽ ലീഡറായിട്ട് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു സമാധാനത്തിൻ്റെ ദൂതനായിട്ട് മറ്റൊരാൾക്കും കഴിയാത്ത വണ്ണം ഒരു കഴിഞ്ഞ 2.5 വർഷമായിട്ട് നടക്കുന്ന യുദ്ധമാണ്. അതിന് പരിഹാരം കാണാൻ നരേന്ദ്രമോദി അല്ലാതെ വേറൊരാളില്ല എന്നത് ലോകം സമ്മതിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രാധാന്യം. അതിനൊരു ചെറിയ കാര്യമല്ലാത്ത, ഇപ്പോൾ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചു മോഡിയുടെ റഷ്യൻ വിസിറ്റ്, അതിന് ശേഷമുള്ള ഇപ്പോൾ ഉള്ള യുക്രൈൻ വിസിറ്റ്, അവിടെ മോഡി നടത്തിയ നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പം എനിക്ക് മുമ്പുള്ളവർ സൂചിപ്പിച്ചു, യുദ്ധമല്ല പരിഹാരം, യുദ്ധത്തിലൂടെയല്ല തർക്കങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്, സമാധാനത്തിലൂടെയാണ്. അത് ഇന്ത്യയുടെ മെസ്സേജാണ്, ഗാന്ധിജിയുടെ മെസ്സേജാണ്, ഭാരതം ലോകത്തിന് പണ്ട് മുതലേ നൽകി പോന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. അധർമ്മത്തിനെതിരായിട്ട് പോരാടണം, പക്ഷെ സമാധാനത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയണം എന്നുള്ള ഇന്ത്യയുടെ വളരെ പ്രാചീനമായ പരമ്പരാഗതമായിട്ടുള്ള മെസ്സേജാണ് അവിടെ യുക്രൈനിലും നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത്. ഇതേ മെസ്സേജ് നമ്മളാരും ശ്രദ്ധിച്ചില്ല അന്ന് അദ്ദേഹം റഷ്യയിൽ പോകുന്ന സമയത്ത്. റഷ്യയിലെ പുടിനോടും നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പുടിൻ്റെ കയ്യിൽ നിന്നൊരു ബ്ലാങ്ക് ചെക്ക് വാങ്ങിയിട്ടായിരിക്കണം യുക്രൈനിലേക്ക് മോഡി വണ്ടി കയറിയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന് പരിസമാപ്തി വരാൻ, സമാധാനത്തിനുള്ള ഒരു വഴി കണ്ടെത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കത് ദൃശ്യമാകും, അത് അനുഭവവേദ്യമാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ യുദ്ധം വന്നത് മുതൽ ഇന്ത്യക്ക് മേലെ അനവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനവധി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും അതുപോലെ ഉള്ള രാജ്യങ്ങൾ പലതും, യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി. അവരുടെ ക്രൂഡ് ഓയിൽ വിൽപ്പന തടഞ്ഞു. ആ സമയത്ത് ഇന്ത്യ എടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് എവിടെ നിന്ന് എണ്ണ കിട്ടുന്നോ, വില കുറച്ച് കിട്ടുന്നോ, വി വിൽ ബൈ ഇറ്റ്.
നമ്മൾ എണ്ണ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടായിരുന്നു. നമ്മൾ ആർക്കും കീഴടങ്ങിയിട്ടല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ റഷ്യയുടെ കൂടെ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് യുക്രൈനിൽ പോയി സമാധാനത്തിൻ്റെ സന്ദേശം നൽകാൻ, ഈ പ്രശ്നം പരിഹരിക്കാൻ മോഡി മുൻകൈയെടുക്കുന്നു എന്ന് യുക്രൈനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് ലോകത്തിന് നൽകുന്നൊരു വലിയ മെസ്സേജുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം ലോക ഭൂപടത്തിൽ, നയതന്ത്ര തലത്തിൽ നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും സ്ഥാനം വളരെയേറെ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഈ സന്ദർശനം കാണിക്കുന്നത്. ഞാനൊക്കെ വിചാരിക്കുന്നത്, നമ്മളൊക്കെ കരുതേണ്ടതും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും അടുത്ത നാളുകളിൽ കഴിയണം. അതിന് മധ്യസ്ഥത വഹിക്കാൻ ഒരു പക്ഷേ ഇന്ത്യ ഉണ്ടാകും എന്നും കരുതേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, കൃത്യമായിട്ടുള്ള ആ സന്ദേശം തന്നെയായിരിക്കില്ലേ ഒരു പക്ഷേ മോദി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ മോദി ഇന്നൊവേറ്റീവ് സൊല്യൂഷൻസിന്, നൂതനമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾക്ക് ഏർജ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, മോദി ഈ സമാധാനത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി അത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല, ഈ സെലൻസ്കിയുടെ 10-point പീസ് ഫോർമുല അത് എൻഡോസ് ചെയ്തിട്ടും ഇല്ല. പക്ഷേ എന്തായിരിക്കും മോദി കൺവേ ചെയ്ത ഒരു മെസ്സേജ് എന്തായിരിക്കും? ജൂലൈയിൽ അദ്ദേഹം റഷ്യ സന്ദർശിക്കുന്നു, ഇപ്പോഴിതാ ഈ ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ഉക്രൈനും സന്ദർശിക്കുന്നു. നേരത്തെ KVS ഹരിദാസ് പറഞ്ഞതുപോലെ ഈ ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടിരുത്താൻ മോദിയുടെ ഈ സന്ദർശനം ഉപകരിക്കുമോ? നയതന്ത്ര രംഗത്തൊരു പുതിയ പന്ഥാവ് വെട്ടിത്തുറക്കുന്ന ഭാരതത്തെയാണ് കാണുന്നത്. നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ തന്നെ അതിൻ്റെ സൂചനയുണ്ട്. ഇന്ത്യ ഈസ് നോട്ട് ന്യൂട്രൽ, അതായത് ഇന്ത്യ നിഷ്പക്ഷമല്ല, പക്ഷേ ഇന്ത്യക്കൊരു പക്ഷമുണ്ട്, അത് സമാധാനത്തിൻ്റെ പക്ഷമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സമാധാനം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഉറപ്പുവരുത്താൻ ഇന്ത്യ ഏതറ്റം വരെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു പക്ഷമുണ്ട്, സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഗൗതമ ബുദ്ധൻ്റെ നാട്, മഹാത്മാഗാന്ധിയുടെ നാട്, ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി ഇന്ത്യയുടെ ഒരു വലിയ മാറ്റമാണ് ജിയോ പൊളിറ്റിക്കൽ ഫ്രെയിമിൽ ലോകത്ത് വന്നിരിക്കുന്നത്. അവിടെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ, ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ഭാരതത്തിൻ്റെ സ്വരം നയതന്ത്ര രംഗത്തെ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുന്നയാളെന്നുള്ള നിലയിൽ, ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഉയർന്നു കേൾക്കണം എന്ന ഭാരതത്തിൻ്റെ പുതിയ ഡ്രൈവാണ്. ഇതുവരെ ഇന്ത്യ പുലർത്തിയിരുന്ന ഒരു നയമുണ്ട്. അത് ചേരിചേരാ നയത്തിന് പുറമെ പുലർത്തിയിരുന്ന ഒരു ബൈലാറ്ററലിസം എന്ന നയമുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ, ഇന്ത്യയുമായി ഏതെങ്കിലും രാജ്യത്തിന് പ്രശ്നമുണ്ടെങ്കിലോ മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലോ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കണം എന്ന ഭാരതത്തിൻ്റെ നയം. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഭാരതം മധ്യസ്ഥത വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ നിന്നും ഭാരതം മധ്യസ്ഥത വഹിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കോൺഫറൻസ് ടേബിളിൽ അപ്പുറവും ഇപ്പുറവുമായി ഉക്രൈൻ്റെയും റഷ്യയുടെയും നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുകയും ചർച്ചയ്ക്കുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യാൻ ഭാരതം സന്നദ്ധമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ്. അതിനർത്ഥം എന്താ? ഇന്ത്യ ഈസ് റെഡി ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. ആ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, ഭൗതികമായ ഇന്ത്യയുടെ മണ്ണ്, അതിൻ്റെ ഭൗതികമായ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല, അതിന് മുൻപ് വൻ ശക്തികളെ, റഷ്യയോടും അമേരിക്കയോടും മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിച്ച് അവരുടെ മനസ്സിൻ്റെ രൂപാന്തരം വരുത്തുക എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യ സന്ദർശനം ഉണ്ടായത്. ജൂലൈ മാസം ആദ്യ ആഴ്ച മോദിയുടെ റഷ്യ സന്ദർശനം പല പുരികങ്ങളും ചുളിഞ്ഞതാണ്. പക്ഷേ അതിനുള്ള കളമൊരുക്കണമെങ്കിൽ മോസ്കോയും കിയേവും സന്ദർശിക്കാതെ അതിനുള്ള കളമൊരുങ്ങില്ല എന്ന ഒരു നിശ്ചയദാർഢ്യം. അല്ലാതെ സംസാരിക്കേണ്ടത് റഷ്യയും ഉക്രൈനും തന്നെയാണ്, ഇന്ത്യ അല്ല. മറിച്ച് കളമൊരുക്കുന്നതിൽ, കാരണം അതാണ് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പ്രസക്തി. ഓർക്കൂ, ഈ റഷ്യ ഒരു പരിധിവരെ ഇന്ത്യയെ പല ഘട്ടത്തിലും സഹായിച്ച് കൂടെ ചേർത്ത് പിടിച്ച രാജ്യമാണ്. ഇപ്പോൾ റഷ്യക്കൊരാവശ്യം വരുമ്പോൾ ഭാരതം അതുക്കും മേലെ റഷ്യയെ ചേർത്ത് പിടിക്കാൻ തക്ക വലിപ്പം വന്നിരിക്കുന്നു. നമുക്കറിയാം, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായിരുന്നല്ലോ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ കാലത്ത് ഗ്രേറ്റ് ബ്രിട്ടനേക്കാൾ മുകളിലായി മാറിയിരിക്കുന്നു. യുണൈറ്റഡ് കിങ്ഡത്തേക്കാൾ നമ്മുടെ GDP ടേംസിലുള്ള നമ്മുടെ ഇക്കോണമി അതിനേക്കാൾ മുകളിലെത്തിയിരിക്കുന്നു. ഒരു ലോക ഹയറാർക്കിയിൽ
മാറ്റം വന്നു എന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ സമ്മതിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദമായി, ദക്ഷിണ അർദ്ധഗോളത്തിൻ്റെ ശബ്ദമായി ഭാരതം മാറുകയാണ്. അതുകൊണ്ടാകാം വ്ളാഡിമിർ സെലൻസ്കി ഇന്നലെ പറഞ്ഞു വെച്ചത് അടുത്ത സമാധാന സമ്മിറ്റ്, ഗ്ലോബൽ പീസ് സമ്മിറ്റ്, കഴിഞ്ഞ സമ്മിറ്റ് സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു, അടുത്ത സമ്മിറ്റ് ഭാരതത്തിൽ വെച്ചാകണം. 93 രാജ്യങ്ങളാണ് കഴിഞ്ഞ സമ്മിറ്റിൽ പങ്കെടുത്തത്. ഇപ്രാവശ്യം 193 അംഗങ്ങളുള്ള UN ജനറൽ അസംബ്ലിയിലെ അംഗങ്ങളുടെ ഒരു പകുതി പേരെങ്കിലും 150 രാജ്യങ്ങളുടെയെങ്കിലും പങ്കാളിത്തം ഉറപ്പുവരുന്ന രീതിയിൽ ഭാരതത്തിൽ അടുത്ത പീസ് സമ്മിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സമ്മിറ്റാണെന്ന് ഓർക്കണം. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെയും മറ്റ് പല അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഒരു ട്രാക്ക് 2 ആണ്. UN ഈ രൂപത്തിൽ UN എത്ര റെസൊല്യൂഷൻസാണ് ഉക്രൈനുമായി ബന്ധപ്പെട്ട എത്രയോ റെസൊല്യൂഷൻസാണ് ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലും പാസ്സാക്കിയത്. അവിടെയൊക്കെ ഭാരതം തന്ത്രപരമായ മൗനം പാലിച്ചു, അല്ലെങ്കിൽ തന്ത്രപരമായ വിട്ടുനിൽക്കൽ പ്രഖ്യാപിച്ചു. എങ്കിൽ മാത്രമേ ഒരുപക്ഷെ റഷ്യയും ഉക്രൈനെയും ഒരുപോലെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവരാനുള്ള ഒരു നിഷ്പക്ഷത ഭാരതത്തിന് ഉണ്ടാകണമെങ്കിൽ ആ ഒരു വിട്ടുനിൽക്കൽ ആവശ്യമായിരുന്നു എന്ന് ഇപ്പോൾ ടേൺ അറൗണ്ട് ഇപ്പോൾ വന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം അനുസരിച്ച് തെളിയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നരേന്ദ്രമോദി ഒരു പുതിയ പന്ഥാവ് ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറന്നു. ഒരേ സമയം തന്നെ സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് വേണ്ടി ഭാരതം ശ്രമിക്കുകയും, അതായത് പല രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളുമായി എല്ലാവരോടും തുല്യ അകലം പാലിക്കുന്നു എന്നല്ല, എല്ലാവരോടും തുല്യ അടുപ്പം പാലിക്കുന്നു എന്ന ഒരു പുതിയ നയം. അതായത് വെസ്റ്റേൺ ചേരിയെ, അമേരിക്കയെയും പാശ്ചാത്യ ലോകത്തെയും പിണക്കാതെ തന്നെ റഷ്യയുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നു. റഷ്യയുമായ സൗഹൃദം അട്ടിമറിക്കാതെ തന്നെ ഉക്രൈനുമായി സൗഹൃദത്തിലാകുന്നു. ഇത് ഒരു പ്രത്യേക നയതന്ത്രമാണ്. അവിടെയാണ് ഭാരതത്തിൻ്റെ വലിപ്പം, ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഭാരതത്തിൻ്റെ വലിപ്പം എടുത്തു കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഭാരതത്തിൻ്റെ നയതന്ത്രം വളർന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതാണ് ഇതിൻ്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അല്ലാതെ ഉക്രൈൻ എപ്പോഴും നമ്മൾ രാഷ്ട്രങ്ങളുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ നമുക്കെന്ത് ലഭിക്കും, റഷ്യയിൽ നിന്ന് എന്ത് ലഭിക്കും, ഉക്രൈനിൽ നിന്ന് എന്ത് ലഭിക്കും? കേവലം 4 കരാറുകളാണ്. അതെല്ലാം അപ്രസക്തമാണെന്നല്ല ഞാൻ പറയുന്നത്. ആ 4 കരാറുകൾ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ സഹകരണം, അതുപോലെ കാർഷിക രംഗത്തെ സഹകരണം, കൾച്ചറൽ എക്സ്ചേഞ്ചസ്, ഇങ്ങനെയൊക്കെയുള്ള 3-4 കാര്യങ്ങളിലെ ചെറിയ കരാറുകൾ മാത്രമേ ഉള്ളൂ. കേവലം $3 ബില്യൺ മാത്രമാണ് ഇൻഡോ ഉക്രൈനിയൻ ട്രേഡ്. അതിനേക്കാൾ വളരെ കൂടുതലാണ് റൂസോ ഇന്ത്യൻ ട്രേഡ്, $65 ബില്യൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രേഡ് അല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര രംഗത്ത് ഒരു പീസ് മേക്കർ അല്ലെങ്കിൽ പീസ് ബിൽഡർ എന്ന നിലയിൽ മുൻകാലങ്ങളിൽ അമേരിക്കയോ റഷ്യയോ ഒക്കെ വഹിച്ചിരുന്ന ആ പങ്കിലേക്ക്, ആ ഒരു സ്റ്റേച്ചറിലേക്ക് ഭാരതം കടന്നു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതാണ് പീസ് ബിൽഡർ സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അതാണ് ഭാരതം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട നയതന്ത്രം. അല്ലാതെ ഉക്രൈനും ഇന്ത്യയും തമ്മിലുള്ള വലിയ ഒരു കരാർ അല്ലെങ്കിൽ ഉഭയകക്ഷി കരാർ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ മോദി നയതന്ത്രത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. തീർച്ചയായും ട്രേഡ് ഒരു ഫാക്ടറാണ്. റഷ്യയിൽ പോയി എണ്ണ ഇറക്കുമതി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ലാഭകരമായി റഷ്യയുടെ ഹൈഡ്രോ കാർബൺ റിസർവ് അത് എങ്ങനെയെങ്കിലും വിറ്റെങ്കിൽ മാത്രമേ, ഉപരോധം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ തങ്ങളുടെ ഓയിൽ വിൽക്കാൻ സാധിക്കണം. അത് ചൈനയും ഇന്ത്യയുമാണ് റഷ്യയ്ക്ക് അന്ന് തുണനിന്നത്. അത് ലോകരാജ്യങ്ങൾ നല്ലപോലെ വിമർശിച്ച ഒരു നയതന്ത്രമായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായി എണ്ണ ഇറക്കുമതി ചെയ്യാൻ റഷ്യയിൽ നിന്ന് കഴിഞ്ഞു. നമ്മുടെ ഓയിൽ റിക്വയർമെൻറ്റിൻ്റെ 40% റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ. അമേരിക്ക വിരട്ടിയാൽ വിരളുന്ന രാജ്യമല്ല ഭാരതം എന്ന് തെളിയിക്കാനായി അത് വളരെ ഇതാണ്. അമേരിക്ക ഒന്നും പറഞ്ഞില്ലല്ലോ, അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. റഷ്യ സന്ദർശിച്ചു, വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചു, ആലിംഗനം ചെയ്തു. അമേരിക്ക ഇഷ്ടപ്പെട്ടില്ല, ഉക്രൈൻ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അതേസമയം ഉക്രൈനിൽ ചെന്ന്, കീവിൽ ചെന്ന് ആ ഒരു നയതന്ത്രത്തെ, ഹഗ് ഡിപ്ലോമസിയെ വിമർശിച്ച വ്ളാഡിമിർ സെലൻസ്കിയെ ചേർത്ത് പിടിച്ചത് നമ്മൾ കണ്ടതാണ്. ക്യാമറ കണ്ണുകളിലൂടെ ലോകം കണ്ടതാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ പുതിയ നയതന്ത്രമായ സ്ട്രാറ്റജിക് ഓട്ടോണമിയുടെയും അതുപോലെ തന്നെ ലോക സമാധാനത്തിന് വേണ്ടി തെല്ലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രയത്നം ചെയ്യും എന്ന ജെനുവിൻ നോൺ അലൈൻമെൻറ്റിൻ്റെ പുതിയ ഒരു രൂപം നമ്മൾ കാണുകയാണ്. അതൊരു വലിയ പ്രത്യേകതയായി കാണാം. ഈ വിസിറ്റിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്റ്റേച്ചർ ലോക ഭൂപടത്തിൽ വളരെയധികം ഉയർന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. യെസ്, പ്രഭാകരൻ സർ, ഈ ഡിഫൻസ് ട്രീറ്റികളുടെ, സൈനിക കരാറുകളുടെ എല്ലാം കാലാവധി അവസാനിക്കുന്ന ഒരു
സന്ദർഭത്തിലാണ് മോദി ഈ ഇരു രാജ്യങ്ങളും സന്ദർശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ ഉക്രൈനിൽ നിന്നാണ് വാങ്ങുന്നത്. അതുപോലെ ഈ മിഗ് വിമാനങ്ങൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. മാത്രമല്ല ഇരു രാജ്യങ്ങളുമായും വാണിജ്യ, വ്യാപാര, വ്യാവസായിക മേഖലകളിൽ സഹകരണമുണ്ട്. ഇരു രാജ്യങ്ങളും ഭാരതത്തിന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും ആശ്രയമാണ്, അല്ലേ? അപ്പോൾ ശാശ്വത സമാധാനം ഇവർക്കിടയിൽ ഉണ്ടാവേണ്ടത് ഇന്ത്യ മാത്രമല്ല കാക്ഷിക്കുന്നത്, ലോകരാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നു എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഈ അമേരിക്കയുടെ ആ നിശബ്ദത, അത് ഇപ്പോൾ ഉള്ളിലൊരു പക്ഷേ നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഉള്ളിൽ ഈർഷ്യ കാണും, പക്ഷേ എങ്കിലും ലോകരാഷ്ട്രങ്ങളും ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്നില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഒരുപാട് രാഷ്ട്രങ്ങളുമായിട്ടുള്ള അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് പോലെ തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിൽ പല വിഷമങ്ങളുമുണ്ട്. ഇവിടെ ഞാൻ വേറൊരു സംഗതി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ചോദിച്ച ചോദ്യത്തിന് അനുസൃതമായിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യ ഇതുവരെ ഒരു രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. സാങ്ഷൻ എന്ന് പറയുന്ന വാക്ക്, ഡിസപ്ഷൻ എന്നുള്ള പറയുന്ന വാക്കിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെയാണ് സാങ്ഷൻ എന്നുള്ള വാക്കും. ഒരിക്കലും ഇന്ത്യ ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു രാജ്യങ്ങളുമായിട്ടും അവർക്കിത് കൊടുക്കില്ല, അത് അവർക്ക് കൊടുക്കില്ല എന്ന് പറയുകയില്ല. നമുക്ക് ഇഷ്ടമില്ലാതെ, നമ്മളോട് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾക്ക് പോലും നമ്മൾ പലതും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായ മാലദ്വീപുകളുമായിട്ടും ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മുടെയൊക്കെ ബന്ധം ഇതിൽ കൂടെ തന്നെ വരുന്നതാണ്. ഉപരോധങ്ങൾ ആർക്കും ഏർപ്പെടുത്താത്ത ഒരു രാഷ്ട്രമാണ്. അത് ഉപരോധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ്, ഈ ശക്തി നമുക്കുണ്ടെങ്കിലും അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ നിരോധനങ്ങളോ എന്താ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് അനുസൃതമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രങ്ങൾക്കൊക്കെ അറിയാം, എന്തു തന്നെ ആയാലും എത്ര ദേഷ്യം പിടിച്ചാലും ഇന്ത്യ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അതിനുള്ള കഴിവും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഉദാഹരണമായി നേരത്തെ പറഞ്ഞ മാതിരി എക്കണോമിക് സെക്യൂരിറ്റിയിൽ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. 13ാം നൂറ്റാണ്ടിൽ ഇതുപോലെയായിരുന്നു നമ്മൾ. ആ അവസ്ഥ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. വേറെ ആരും ഇതിനെ എക്കണോമിക് വാർഫെയറിൽ കൂടെ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, പക്ഷെ അതിനെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ പുറത്തുള്ളവർക്ക് സഹായം കൊടുക്കുവാനുള്ള ശക്തി നമുക്കുണ്ടെന്ന് മാത്രമല്ല, അതിനുള്ള ആ ആത്മവിശ്വാസവും അതേസമയത്തുള്ള മെന്റൽ സ്റ്റേറ്റും നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധത്തിനേക്കാളും കൂടുതൽ മാനസികമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യക്ക് ബാക്കിയുള്ള രാജ്യങ്ങളോടുള്ളത്. അതായത് ഇന്ത്യയുടെ ഭരണഘടനയും ഭരണ സംവിധാനവും നോക്കുന്നത് ബാക്കിയുള്ള രാഷ്ട്രങ്ങളിലെ ജനങ്ങളെ പറ്റിയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ പോയതിനു ശേഷം നമ്മൾ ഒരുപാട് കരാറുകളിൽ ഒപ്പുവെക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഒരു പക്ഷേ നമ്മുടെ തന്നെ സായുധ സേനകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് അവിടെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാനുള്ള അവസരവും ഉണ്ടാകും. നമ്മുടെ ഏകീകൃത കമാൻഡായിട്ട് മാറുകയാണ് നമ്മുടെ സായുധ സേനകൾ. 3 അമേരിക്കയിലും അതുപോലെ തന്നെയാണ്, റഷ്യയിലും ഏകദേശം അതുപോലെ തന്നെയാണ്, ചൈനയിലും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ചെയർമാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ മാതൃകയിലുള്ള യൂണിഫൈഡ് കമാൻഡ് കൺസെപ്റ്റ്, അതായത് ഏകീകൃതമായിട്ടുള്ള സായുധ സേന, അതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏത് മിലിറ്ററി യിലുള്ള ഏത് ഉദ്യോഗസ്ഥനും ഒരു പക്ഷേ ചീഫ് ആകാനുള്ള സാധ്യതകളുള്ളതൊക്കെയാണ്. പിന്നെ അത് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിന്റെ കീഴിൽ വരുവാനും സാധ്യതകളുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഏകദേശം ബാക്കിയുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉപരോധത്തിൽ അവരുടെ സൈനിക നിയന്ത്രണത്തിനപ്പുറമായിട്ട് അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം, പണ്ടൊക്കെ അവർ നമ്മളെ നിയന്ത്രിക്കാറുണ്ട്. ഇനി നമ്മൾ അവരോട് ഇടപെടാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, അവരുമായിട്ട് നമ്മളെ കൂടി ഒരു യൂണിഫൈഡ് കമാൻഡ് ആകാനുള്ള സാധ്യതകളുണ്ട്. അതിന് നമ്മൾ തിയേറ്റർ കമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ, ഇതൊക്കെ 2001 കാർഗിൽ വാറിന് ശേഷം വന്നതാണ്. പക്ഷെ അതിനൊക്കെ സമയമെടുക്കും. അപ്പൊ നമ്മുടെ നീക്കം എന്ന് പറയുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ തീരുമാനിക്കും. ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല. അതേസമയം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യക്ക്
ഇന്ത്യയുടെ സഹായം ഉണ്ടാകും. ലോകത്തിന്റെ ക്ഷേമത്തിനും ലോകത്തിലെ ജനതകളുടെ സമാധാനത്തിനും വേണ്ടി ഇന്ത്യ പ്രവർത്തിക്കും എന്നുള്ളതാണ് നാം കാണിക്കുന്നത്. അവിടെ മാർക്കറ്റ് എക്കോണമിക്കും സോഷ്യലിസ്റ്റ് എക്കോണമിക്കും ഒക്കെ പല പ്രശ്നങ്ങളും വരാം, പക്ഷെ അതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ ഇത്രയും ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമോസാപ്പിയൻസ് എന്ന നിലയിൽ നിന്ന് സേപ്പിയൻ ഹ്യൂമൻ എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എൻ്റെ പഠനത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അധികം മാനസികമായിട്ട് ഉയർന്നിരിക്കുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഭാരതം എന്നുള്ളതാണ്. അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കുറേശ്ശെയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾക്കുള്ള ക്വാഡും നമ്മൾക്കുള്ള കൊളംബോ സെക്യൂരിറ്റി ഇനീഷ്യേറ്റീവ്സ് ഇതൊക്കെ നോക്കുമ്പോൾ ബംഗ്ലാദേശ് അതിൻ്റെ ഒരു ഭാഗവുമാണ്. പക്ഷെ ഞാൻ പ്രത്യേകമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഇന്ത്യയുടെ ഒരു ഏകീകൃതമായിട്ടുള്ള വിദേശ പ്രതിരോധ വിചാരങ്ങളുടെ ഒരു ഏകീകൃത രൂപമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നും ഞാൻ വ്യത്യസ്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇന്ത്യക്കുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ്, വരാൻ പോകുന്ന ഗവൺമെന്റും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. ഇന്ത്യയുടെ നയങ്ങൾ ഏകീകൃതമായിരിക്കും, പ്രത്യേകിച്ചും ജിയോ സ്ട്രാറ്റജിയിലുള്ള നയങ്ങൾ. പിന്നെ ഇന്നലെയാണെന്ന് തോന്നുന്നു പ്രതിരോധ മന്ത്രി നമ്മുടെ ഇന്ത്യക്കാരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമേരിക്കക്കാരാണ്, ഇന്ത്യൻ അമേരിക്കക്കാരാണെങ്കിലും കൂടെ അമേരിക്കക്കാരാണ്, അമേരിക്കക്ക് വേണ്ടി പ്രവർത്തിക്കണം, നിങ്ങളുടെ രാഷ്ട്രമാണ് അമേരിക്ക, അതിന് ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സംസ്കാരം നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കട്ടെ എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തിലുള്ള ഒരുവക എല്ലാ ജനങ്ങളും 5 പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ്. ഇവരെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ അവർ തന്നെ അവരുടെ രാഷ്ട്രങ്ങളെ നോക്കിക്കൊള്ളും, അവരുടെ രാഷ്ട്രങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരും ഇലക്ടറേറ്റിൽ ഉള്ളവരാണല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതാണ്. ഞാൻ പല രാജ്യങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നു. സിഡിനി, അതായത് നരേന്ദ്രമോദി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ന്യൂട്രൽ അല്ല, ഞങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളാണ് എന്ന് കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ സോവറിനിറ്റി അതുപോലെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, ഈ ബഹുമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമീപനമേ എടുക്കാവൂ, അല്ലേ? അങ്ങനെ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇരു രാഷ്ട്രങ്ങളും അത് സ്വാഗതം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഷിയാനിൽ, ഇത് ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ സാധാരണക്കാരെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതായത് ഒരു നോക്കൂ, ഇപ്പം റഷ്യ എന്ത് പറഞ്ഞാലും ഇപ്പൊ യുക്രൈന്റെ ഏകദേശം ഒരു 25% അടുപ്പിച്ചുള്ള ഒരു ഭൂപ്രദേശം അവരുടെ അണ്ടറിലുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയില് വിസിറ്റ് ചെയ്ത സമയത്താണ് റഷ്യ യുക്രൈനില് കുട്ടികളുടെ ആ ഒരു അറ്റാക്ക് നടന്ന കുട്ടികൾ മരിക്കുന്നു. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി യുക്രൈനിൽ ഇരുന്നപ്പോഴാണ്, അതിന് 2 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പാണ് അവര് ഒരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ റഷ്യയുടെ കുറച്ചൊരു ഭൂപ്രദേശം അവർ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു റഷ്യ തന്നെ വേൾഡ് വാർ 2 കഴിഞ്ഞ് ആദ്യമായിട്ടാണ് വേറൊരു രാജ്യം ഇതുപോലൊരു അറ്റാക്ക് നടത്തി ആ റഷ്യയുടെ ഭാഗം പിടിച്ചടക്കുന്നത്. അത് ഇതുവരെ അവരുടെ ഭാഗത്ത് അതുണ്ട്. നാളെ ചിലപ്പോൾ റഷ്യ തിരിച്ചടിച്ച് അതെല്ലാം തിരിച്ചു പിടിക്കും. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യുക്രൈൻ കുറച്ച് ഭാഗമെങ്കിലും റഷ്യയുടെ നിന്ന് പിടിച്ചടക്കിയിട്ടുണ്ട്, റഷ്യയുടെ ടെറിട്ടറിയിൽ. അപ്പം ഈ 2 രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളുടെ ടെറിട്ടറി കീഴടക്കിയ ഒരു സമയത്താണ് നമ്മൾ ഈ പ്രൈം മിനിസ്റ്റർ മോദിയുടെ അവിടുത്തെ വിസിറ്റ്. യുക്രൈനെ സംബന്ധിച്ചോളം വളരെ കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ, റഷ്യയെ സംബന്ധിച്ച വലിയൊരു ഏരിയ ആണ്. അപ്പൊ അവിടെയാണ് എങ്ങനെയാണ് ഈ 2 രാജ്യങ്ങളെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ള വലിയൊരു ഒരു ചാലഞ്ച് ഭാരതത്തിന് മുന്നിൽ ഉണ്ട്. കാരണം സ്വിറ്റ്സർലാൻഡിൽ നടന്ന സമയത്തും ആ ഒരു ടോക്സ് നടന്ന സമയത്തും 10 എഗ്രിമെന്റ് ആണ് യുക്രൈൻ മുന്നോട്ട് വെച്ചത്. അതിനെ എതിർത്ത് നിന്നതിനകത്ത് വലിയ രാജ്യങ്ങളിൽ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക അത് വേറൊരു കാരണം കൊണ്ടാണ്, ഇസ്രായേൽ വന്നതുകൊണ്ടാണ് അവർ എതിർക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇന്ത്യയും സൗദി അറേബ്യയും പോലെയുള്ള രാജ്യങ്ങൾ മാത്രമായിരുന്നു ഇതിനെ എഗ്രി ചെയ്യാത്തത്. അതിന്റെ കാരണം ഇന്ത്യ അന്ന് അവിടെ പറഞ്ഞത്, റഷ്യ ഇല്ലാതെ 2 രാജ്യങ്ങളും ഇല്ലാതെ എങ്ങനെയാണ് ഒരു പീസ് റെസൊല്യൂഷനിലേക്ക് വരിക? അപ്പൊ റഷ്യയും കൂടെ ഇതിന്റെ ഭാഗമായാൽ മാത്രമേ, റഷ്യയുടെ ഭാഗം കൂടെ കേട്ടിട്ട് മാത്രമേ നമുക്കൊരു പീസ് റെസൊല്യൂഷൻ കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് അന്ന് ഇന്ത്യ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ള ഒരു സ്റ്റാൻഡിലേക്ക് മാത്രമേ 2 പേരെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാം.
രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നേരത്തെ എനിക്കൊന്ന് പ്രഭാകരൻ സാർ പറഞ്ഞ പോലെ ഇന്ത്യ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ രണ്ടുപേരും കൊണ്ട് ചെയ്യണമെന്നുള്ളൊരു ഒരു നയം ഒരിക്കലും ഇന്ത്യക്കില്ല. കാരണം നമ്മുടെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പുറത്തു നിന്നുള്ള ഇന്റർഫിയറൻസ് നമുക്ക് ഇഷ്ടമല്ല. രണ്ട് രാജ്യങ്ങളും നമ്മുടെ അടുത്ത് പറയുകയാണ് നമുക്ക് ഒരു സൊല്യൂഷൻ കാണണം, അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യ അത് അംഗീകരിക്കുകയും ഇന്ത്യ അത് മുൻകൈ എടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർജിയും അദ്ദേഹം അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഒറ്റ രാജ്യം ഭാരതം മാത്രമേ ഉള്ളൂ, അത്രമാത്രം. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ എല്ലാം ഇപ്പൊ ചില പ്രസക്തമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ US ആയാലും ശരി, ചൈന ആയാലും ശരി, അവർക്ക് പ്രസക്തിയുണ്ട്, പക്ഷെ അവർക്ക് ആദരവില്ല. ഭാരതത്തെ സംബന്ധിച്ചോളം പ്രസക്തിയുണ്ട്, ആദരവുമുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ആ രണ്ടും ഉള്ളത്, പ്രസക്തിയും ആദരവും ഒരുമിച്ചുള്ള ഒരേ ഒരു രാജ്യം ഇന്ന് ഭാരതം മാത്രമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുന്നുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് ഭാരതത്തിലെ കൂടെ ആവാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം US ആയാലും മറ്റു രാജ്യങ്ങളായാലും ഭാരതത്തിന്റെ ഒരു മീഡിയേഷൻ അതിനകത്ത് കുറച്ചെങ്കിലും ഹോപ്പ് കാണുന്നു. പക്ഷെ അവിടെ എനിക്ക് വലിയൊരു ചോദ്യചിഹ്നം, ഈ ടെറിട്ടറി റഷ്യ വിട്ടുകൊടുക്കുമോ എന്നുള്ള ഒരു വലിയ, കാരണം യുക്രൈനെ സംബന്ധിച്ചോളം ഇപ്പം അവർ പിടിച്ചടക്കുന്നത് എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ചിലപ്പോൾ റഷ്യ തിരിച്ചടിക്കുകയും അത് ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ റഷ്യ ഇത്രയും ഈ ഒരു ടെറിട്ടറി രണ്ട് പ്രൊവിൻസസിനെ ചൊല്ലിയുള്ള ആണല്ലോ അല്ലേ? അതെ. അപ്പൊ അത് എത്രമാത്രം റഷ്യക്ക് അത് എഗ്രി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു വലിയൊരു ഒരു ഇവന്റ് അത് US-ന്റെ ഇലക്ഷൻസ് ആണ്. അപ്പൊ US-ന്റെ ഇലക്ഷൻസിന് ഞാൻ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വരെയാണെങ്കിൽ തിരിച്ച് ഈ യുദ്ധം അവസാനിക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അവിടെയും പ്രൈം മിനിസ്റ്റർ മോദിക്കും ഇന്ത്യക്കും വലിയൊരു റോൾ കാണും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതേസമയം കമല ഹാരിസ് ആണ് വരുന്നതെങ്കിൽ ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്കിപ്പം പറയാൻ സാധിക്കില്ല. കാരണം അത് പ്രൊലോങ് ചെയ്യാനുള്ള വലിയ ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും വെയിറ്റ് ആൻഡ് വാച്ച് ഒരു പോളിസിയാണ് നോക്കുന്നത്. അതിനകത്ത് എല്ലാവർക്കും ഹോപ്പ് ഉള്ളത്, എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു രാജ്യം ഭാരതമാണ്. യെസ്, KVS, യുണൈറ്റഡ് നേഷൻസിൻ്റെ സാന്നിധ്യം പോലും അവഗണിക്കപ്പെടുന്നു, യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രസക്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്നു അല്ലെ? നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള അന്തർദേശീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ്. അവിടെയാണ് ഈ ഭാരതത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ശ്രീ ഡിനി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് ഭാരതത്തിൻ്റെ പ്രസക്തി മനസ്സിലായിരിക്കുന്നു, അതേസമയം ഒരു വലിയേട്ടൻ ബഹുമാനം ഉണ്ട് എന്നു കൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അനിലം, നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ പര്യടനങ്ങളും അത് അദ്ദേഹം പ്രധാനമന്ത്രിയായത് മുതൽ അദ്ദേഹം ഡൽഹിയിൽ വരുത്തിയ ചില ചേഞ്ചസ് ഉണ്ട്. വിദേശ നയതന്ത്രം മുഴുവൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിക്കുന്ന സ്ഥിതിയാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. മോഡി ആ സിസ്റ്റമേ മാറ്റി എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളും ഒന്നിച്ചെടുക്കുന്നു. അപ്പോൾ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാം. അപ്പോൾ പ്രതിരോധം, സാമ്പത്തികം, ആഭ്യന്തരം, വിദേശകാര്യം, കോമേഴ്സ് ഇതെല്ലാം ചേർന്ന് ഒന്നിച്ചിരുന്നിട്ട് വിദേശ നയം തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സാമ്പത്തിക നയങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമീപനം മോഡി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ഇന്ത്യക്ക് എന്ത് നേട്ടം, ഇന്ത്യക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നൽകാൻ ആ കൂടിയാലോചനകൾക്ക് കഴിഞ്ഞു. അത് നരേന്ദ്രമോദി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം മോഡി നടത്തിയ സന്ദർശനങ്ങൾ, നരേന്ദ്രമോദിയുടെ ഒരു സംഘടനാ ശൈലിയുണ്ട്. നമ്മളറിയാം, നമ്മൾ BJP-യിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പ്രവർത്തകരെ കൂടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന, അവരെ ആത്മവിശ്വാസം കൊടുക്കുന്ന, അവർക്ക് സന്തോഷം പകരുന്ന, അവരുടെ വിഷമങ്ങൾ പങ്കിടുന്ന ഒരു ശൈലി. അത് ഈ RSSന്റെ പ്രചാരകന്മാരുടെ ഒരു രീതിയാണ്. അത് നരേന്ദ്രമോദി രാഷ്ട്രതന്ത്രത്തിൽ കൊണ്ടുവന്നു എന്നതാണ് വേറൊരു ചിത്രം. ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ കാലത്ത് ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ ലോകം മുഴുവൻ കണ്ടതാണ്. എത്ര സൗഹൃദപരമായിരുന്നു പലപ്പോഴും അത്. ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് ചിത്രം നമ്മൾ ഓർക്കുന്നുണ്ടാവും. G7 രാഷ്ട്രങ്ങളുടെ ഇറ്റലിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി
അവർ കാണിച്ചിട്ടുള്ള ഒരു സൗഹൃദം, അവരുടെ സെൽഫി ഫോട്ടോസ്, ഇതൊക്കെ ലോകം മുഴുവൻ കണ്ടതാ, ചർച്ച ചെയ്തതാ. അപ്പൊ എത്രത്തോളം അടുപ്പം മോഡിയുമായിട്ട് അവരുണ്ടാക്കുന്നു, മോഡി അവരുമായിട്ടുണ്ടാക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിബന്ധം കൂടി ഉണ്ടാക്കാൻ മോഡി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും നയതന്ത്രത്തിനപ്പുറം അതിനപ്പുറം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇത്തരം സൗഹൃദങ്ങൾ കൊണ്ട്, ഒരു ടെലിഫോൺ കോൾ കൊണ്ട് കഴിയുമായിരുന്നു നരേന്ദ്രമോദിക്ക് പലപ്പോഴും. അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. അത് തന്നെയാണ് ഇപ്പോൾ റഷ്യയിൽ പോയിട്ട് പുടിനെ കണ്ട സമയത്തും ഇപ്പോൾ സെലൻസ്കിയോട് പറഞ്ഞതുപോലെ തന്നെ യുദ്ധമല്ല പരിഹാരം, സമാധാനമാണ്, ചർച്ചയാണ് വേണ്ടതെന്ന് മോഡി പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ആ റഷ്യൻ സന്ദർശനം ഇന്നിപ്പോൾ യുക്രൈനിൽ പോയതുപോലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നത് ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മളത് ചർച്ച ചെയ്യായിരുന്നത്. പക്ഷേ മോഡി ആ നിലപാട് അവിടെയും എടുത്തിട്ടുണ്ടാവും. അത് പറയാൻ ഇന്ന് മോഡിക്ക് കഴിയും. പുടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബൈഡനോട് പറയാൻ മോഡിക്ക് കഴിയും, ഇതല്ല രീതി വേണ്ടത് എന്ന് പറയാൻ കഴിയും. ഇന്ന് അങ്ങനെ കഴിയുന്ന ലോകത്തെ ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ യുക്രൈൻ മൂവ് ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്. അത് ലോക നയതന്ത്ര തലത്തിൽ, ലോക സമാധാന രംഗത്ത് ഒരു പുതിയ കാൽവയ്പ്പാണ്, പുതിയ ചരിത്രമാണ് കുറിക്കാൻ പോകുന്നത്. നേരത്തെ താങ്കൾ ചോദിച്ച വേറൊരു ചോദ്യം, UN പ്രസക്തി. അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി, അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ആകെയുള്ള പ്രാധാന്യം ഈ ലോകരാജ്യങ്ങൾക്കൊക്കെ ഒന്നിച്ച് ചേരാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി എന്നത് തന്നെയാണ്. അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ ആലോചിക്കുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആശാസ്യമാണെന്ന്. കാരണം ലോകത്തെ പല സംഘർഷങ്ങളും നടക്കുമ്പോഴും UN ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗാസയിലെ പോരാട്ടം, അതിനു മുമ്പ് ഇസ്രായേലിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊല, ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിനുള്ള നീക്കങ്ങൾ, ഇതൊക്കെ ഇത്തരം വേദികളിലൊക്കെ ചില അമേരിക്കൻ ദല്ലാളന്മാർ ചില പ്രവർത്തനങ്ങൾ നടത്തണമെന്നല്ലാതെ UN ഒരു വ്യക്തിപരമായ റോളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ അത് കൂടിയേ തീരൂ. ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകുന്നത് വരെ നമുക്ക് കൂടിയേ തീരൂ. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വേദനിക്കുന്ന ഒരു കാര്യം, ലോകത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഇന്ത്യക്ക് ഇന്നും UN സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗത്വമില്ല. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് നീട്ടി തന്നതാണ്, നിങ്ങൾ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞതാണ് നെഹ്റുവിനോട്. നെഹ്റു അതുകൊണ്ട് ചൈനയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ ഇന്ന് ചൈനയുടെ പിന്നാലെ ഭിക്ഷയാവിച്ചുകൊണ്ട് നടക്കുക, ഞങ്ങളെ അംഗീകരിക്കണേന്ന്. ആ ഒരു ഗതികേട് കൂടി ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്താൻ കൂടി നരേന്ദ്രമോദിക്ക് കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. യെസ്, പുടിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? പുടിൻ എന്തായാലും ഈ സെലൻസ്കിയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്. യെസ്, ഡോക്ടർ മോഹൻ വർഗീസ്, പുടിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? വ്ളാഡിമിർ പുടിൻ ഒരേ സമയത്ത് വില്ലനും കുറച്ചു പേർക്കെങ്കിലും നായകനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്, അദ്ദേഹം ഒരു ജൂഡോ താരമാണ്, KGBയിൽ കൂടി വളർന്നു വന്നയാളാണ്. പുടിൻ്റെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് പുടിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് ലോകം വിശ്വസിക്കുന്നത്. പക്ഷേ പുടിൻ്റെ മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ട്, അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവില്ല. ഒരു ആണവ രാജ്യം, 6000-ത്തിലധികം ആണവ പോർമുനകളുള്ള ലോകത്തെ ഏറ്റവും ശക്തമായ ആണവ സംവിധാനമുള്ള രാജ്യം റഷ്യ വെറുതെ ഒരു യുദ്ധത്തിന് പുറപ്പെടില്ല. ഇവിടെ റഷ്യയുടെ ഒരു സ്റ്റേച്ചർ ലോക രാഷ്ട്രീയത്തിൽ താണു വരുന്നു. അപ്പോൾ അവിടെ മുൻകാലങ്ങളിൽ സോവിയറ്റ് കാലഘട്ടത്തിൽ 1990 മുൻപ്, കമ്മ്യൂണിസം തകരുന്നതിന് മുൻപ് റഷ്യക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന അപ്രമാദിത്വം, ആ ഘട്ടത്തിലേക്ക് റഷ്യയെ പിടിച്ചുകൊണ്ട് പോകാനുള്ള, ഉയർത്തിയെടുക്കാനുള്ള ഒരു നിയോഗം തന്നിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന പുടിൻ്റെ വിശ്വാസം. ആ വിശ്വാസം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന, ഞങ്ങളുടെ ഒരു ബഫർ സ്റ്റേറ്റ് ആയിരുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിനും റഷ്യക്കും ഇടയിൽ ഒരു ബഫർ സോണായിരുന്ന, നിഷ്പക്ഷ രാജ്യമായിരുന്ന ഉക്രൈൻ ഒരുപക്ഷെ നെയ്റ്റോയിൽ, പാശ്ചാത്യ സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ചേർന്നേക്കാം. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അവരുടെ ക്ഷണം അവിടെ കിടക്കുന്നു. ഇതെല്ലാം സംഭവിച്ചാൽ
അമേരിക്കൻ സൈന്യം, നെയ്റ്റോ സൈന്യം തങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ മുട്ടി വിളിക്കും. അത്രയും വിട്ടുകൊടുക്കാനാവില്ല എന്ന ഒരു ലോജിക്ക് പുടിനുണ്ടായിരുന്നു. അതായിരിക്കണം ഒരുപക്ഷെ റഷ്യൻ വംശജർ അധിവസിക്കുന്ന ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയായ ഡൊണറ്റ്സ്ക് പ്രവിശ്യ, ലുഹാൻസ് പ്രവിശ്യ. അവിടെ 80-85% റഷ്യൻ വംശജരാണ്. ആ പ്രവിശ്യകൾ കീഴടക്കുന്നതിലൂടെ പുഷ്പം പോലെ റഷ്യ കീഴടക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ അത് നടക്കാതെ പോയതിന് കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും നെയ്റ്റോയുടെ ഭാഗത്തു നിന്നും ഉക്രൈന് നൽകിയ നിർലോഭമായ സഹകരണമാണ്. അതുകൊണ്ട് ഒരു സമാധാന ശ്രമത്തിലേക്ക് നീങ്ങണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തിപരമായി കൂടി ചിന്തിക്കണം. അവിടെയാണ് മോദി നയതന്ത്രത്തിൻ്റെ, ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ പ്രസക്തി. ഇവിടെയാണ് പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരിക്കലും മെരുങ്ങാത്ത, മനസ്സിലെന്താണെന്ന് ആർക്കും അറിയാത്ത ഒരു വ്യക്തിയുമായി ഡീൽ ചെയ്യാൻ വ്യക്തിപരമായ സൗഹൃദത്തിന് കഴിയും. മറ്റു കാര്യങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ചില നിമിഷങ്ങളെങ്കിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുണ്ട്. അവിടെയാണ് മോദിയുടെ ഹഗ് ഡിപ്ലോമസിയുടെ പ്രസക്തി. അവിടെ ഒരേപോലെ തന്നെ ഉക്രൈനുമായും റഷ്യയുമായും സംസാരിക്കാനുള്ള ഒരു സ്റ്റേച്ചർ ഭാരതം ആർജിച്ചുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രാജ്യവും, അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം അമേരിക്ക നെയ്റ്റോയുടെ നേതൃത്വത്തിലാണ്, റഷ്യയെ എതിർത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം എന്ന നിലയിൽ. ചൈനയ്ക്ക് പറ്റില്ല, കാരണം ചൈന വൻ ശക്തി തന്നെയാണ്. പക്ഷേ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആണെങ്കിലും റഷ്യയുടെ മാത്രം ഒരിക്കലും ഉക്രൈനെ സമ്മതിക്കില്ല. പക്ഷേ ഉക്രൈൻ്റെ കൂടെ സമ്മതം ലഭിക്കണമെങ്കിൽ, റഷ്യയുടെ കൂടെ സമ്മതം ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു ഫോർമുല ഉണ്ടാകണം. ആ ഫോർമുല ഉണ്ടാകുന്നതിനുള്ള ഫീഡർ റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യ കൂടി നൽകുന്ന ഒരു ചിന്തകളാണ്. ഒരു പക്ഷേ ഡൊണറ്റ്സ്ക്, ലുഹാൻസ് മേഖലയിൽ നിന്നും റഷ്യൻ സൈന്യം ഭാഗികമായെങ്കിലും പിന്മാറുകയും ഒരു കാരണവശാലും നെയ്റ്റോയിലും യൂറോപ്യൻ യൂണിയനും ചേരില്ല എന്ന പ്രഖ്യാപനം കാറ്റഗോറിക്കായി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പരിഹരിക്കാനാവാത്ത ഒരു വിഷയമൊന്നുമല്ല. 900 ദിവസമായി തുടരുന്ന യുദ്ധം, 2.5 വർഷമായി തുടരുന്ന യുദ്ധം. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നോക്കുകുത്തിയാകുന്ന കാഴ്ച, മറ്റൊരു രാജ്യങ്ങൾക്കും ഇടപെടാനാവാത്തൊരവസ്ഥ. ആ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഭാരതത്തിന് ഒരു കൈ നോക്കാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഭാരതം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമല്ല. നമ്മുടെ പോളിസി എന്താണ്? 1972 മുതൽ ഭാരതത്തിൻ്റെ വ്യക്തമായ പോളിസിയാണ് ബൈലാറ്ററലിസം. ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ, ഷിംല കരാറിന് ശേഷം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാം. പക്ഷേ അതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന കാര്യത്തിൽ ഭാരതത്തിന് വിമുഖതയില്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചു. അത് ഭാഗികമായി ഉക്രൈന് കൂടി സമ്മതമാകുന്നു എന്നതുകൊണ്ടാകണമല്ലോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഉടനെ തന്നെ, അധികം വൈകാതെ തന്നെ അദ്ദേഹം ഭാരത സന്ദർശനത്തിന് സന്നദ്ധനായിരിക്കുന്നു. പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ്റെ ഭാരത സന്ദർശനം ഉണ്ടാകും. അത് മാത്രമല്ല, ആ നേതൃതല ടോപ്പ് ലെവൽ സന്ദർശനങ്ങൾക്ക് മുൻപ് തന്നെ ഡിപ്ലോമാറ്റിക് തലത്തിൽ, ജൂനിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറി തലത്തിലുള്ള സംഭാഷണത്തിനുള്ള വഴിയൊരുക്കുന്ന കാര്യത്തിൽ, മധ്യസ്ഥൻ എന്ന നിലയിലല്ല, വഴിയൊരുക്കുന്ന കാര്യത്തിൽ ഭാരതത്തിന് തീർച്ചയായിട്ടും റോളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പുടിൻ്റെ മനസ്സിൽ എന്ത് എന്ന് അറിയാവുന്ന ആരുമില്ലെങ്കിൽ പോലും പുടിൻ്റെ മനസ്സിനെ ഒരു പരിധിവരെ സ്വാധീനിക്കാൻ ഇന്ന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഏതായാലും പുടിനും സെലൻസ്കിയും അല്ലേ ഒരു മേശയുടെ ചുറ്റിലും ഇരുന്ന് അവർ സംസാരിക്കട്ടെ. മോദി ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ 140 കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദയം ചെയ്യട്ടെ. ഉദയം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും